Hi students, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ എക്സാമ്പിൾസും എങ്ങനെ ഒരു കോംപ്ലക്സ് ഇന്റഗ്രൽ എൻ പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള റിസൾട്ട് ഒക്കെയാണ്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് കോഷീസ് തിയറം ഓൺ എ റെക്ടാങ്കിൾ. വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻ കോംപ്ലക്സ് അനാലിസിസ്. എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് കോഷീസ് തിയറം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നതിനകത്ത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ ആ ഇന്റഗ്രൽ വാല്യൂവിന് എന്ത് ആണ് അവിടുത്തെ റിസൾട്ട് കിട്ടുന്നത്, ആ ഇന്റഗ്രൽ വാല്യൂ സീറോ ആണോ നോൺ സീറോ ആണോ എന്നുള്ള കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ റീജിയൻ മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് തിയറം പറയുന്നത് കോഷീസ് തിയറം ഓൺ എ റെക്ടാങ്കിൾ. ഒരു റെക്ടാങ്കിളിനകത്താണ് നമ്മൾ കോഷീസ് തിയറം ഡിഫൈൻ ചെയ്യണത്. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. A rectangle is defined by a less than or equal to x less than or equal to b and z less than or equal to y less than or equal to d and is denoted by capital R. അതിന്റെ ബൗണ്ടറിയാണ് നമ്മൾ ഡോ ആർ എന്ന് വിളിക്കുന്നത്. റെക്ടാംഗിളിന്റെ ബൗണ്ടറി ഇല്ലേ, അത് ഡോ ആർ. ആൻഡ് ഈസ് എ ക്ലോസ്ഡ് കർവ്. ഇതൊരു ക്ലോസ്ഡ് കർവ് ആയിരിക്കും. റെക്ടാംഗിൾ ക്ലോസ്ഡ് ആണല്ലോ. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ, സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ആയിരിക്കും എൻഡിങ് പോയിന്റ്. ഇനി ഇറ്റ്സ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഇന്റീരിയർ ടു ദി ലെഫ്റ്റ് ഓഫ് ദി ബൗണ്ടറി. ഇന്റീരിയർ ലൈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ബൗണ്ടറി. ബൗണ്ടറിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇന്റീരിയർ വരുന്ന രീതിയിലാണ് ഇതിനകത്ത് ഓറിയന്റേഷൻ പറഞ്ഞിരിക്കുന്നത് റെക്ടാംഗിളിന്റെ. ഓക്കെ, അതാണ് നമ്മുടെ റെക്ടാംഗിൾ. എന്താണ് നമ്മൾ എടുക്കുന്നത് റീജിയൻ എന്നുള്ളതാണ് ക്യാപിറ്റൽ ആർ. താഴെ കാണിച്ചിട്ടുണ്ട് ഫിഗർ റെക്ടാംഗിൾ. ഇനി കോഷീസ് തിയറം പറയുന്നത് ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് അനലിറ്റിക് ഓൺ ആർ, ഓൺ ആർ മീൻസ് അനലിറ്റിക് ഓൺ ദ റെക്ടാംഗിൾ, ദെൻ ഇന്റഗ്രൽ ഡോ ആർ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സീറോ. കോഷീസ് തിയറം എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ സീറോ ആയിരിക്കും. അത് ഏത് റീജിയനിലാണ് തന്നിരിക്കുന്ന റീജിയൻ റെക്ടാംഗിൾ ആണ്. അതാണ് കോഷീസ് തിയറം ഓൺ റെക്ടാംഗിൾ എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തുവാ, എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്, ഇന്റഗ്രൽ വാല്യൂ സീറോ ആണ് പ്രൂവ് ചെയ്യണം. ഓൺ ദി ബൗണ്ടറി ഇന്റഗ്രൽ ഡോ ആർ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇതിനാണ് നമ്മൾ യൂസ് ചെയ്യണത് ബൈസെക്ഷൻ മെത്തേഡ്. ഇനി നമ്മളിവിടെ വേറൊരു നൊട്ടേഷൻ ഈറ്റ ഓഫ് ആർ. ഈറ്റ ഓഫ് ആർ എന്ന് വെച്ചാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇന്റഗ്രൽ ഡോ ആർ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. ഈ ഇന്റഗ്രൽ ത്രൂ ഔട്ട്, ഇതിനകത്ത് ത്രൂ ഔട്ട് നമ്മൾ ഈ പ്രൂഫിൽ മൊത്തം പറയുന്നത് ഈറ്റ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഡോ ആർ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ആണ്. ഇവിടെ ചെയ്യണ ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന റെക്ടാംഗിളിൽ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. R1, R2, R3, R4. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റ് R1, സെക്കൻഡ് R2, R3, R4, അങ്ങനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഈ ഇന്റഗ്രൽ നമ്മൾ ശരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഇന്റഗ്രൽ മൈനസ് ഗാമ ഓഫ് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഓൾറെഡി പ്രൂവൺ. അത് യൂസ് ചെയ്ത് കോമൺ സൈഡ്സ് വരുന്ന, ഇതിപ്പോ 4 ഇന്റഗ്രൽ അല്ലേ, 4 റെക്ടാംഗിൾസ് ആയിട്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കണം, 4 പാർട്ടായിട്ട്. അതിൽ ഓരോ പാർട്ടിൽ അടുത്തടുത്ത് വരുന്നത് നമ്മൾ ഹോൾ റെക്ടാംഗിളിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകണ എന്തുവാ, ഓരോ ചെറിയ ചെറിയ റെക്ടാംഗിൾസിലും ഇന്റഗ്രൽ എടുത്തിട്ട് ആഡ് ചെയ്യുകയല്ലേ ചെയ്യുക. അതല്ലേ നമ്മുടെ പ്രോസസ്. അപ്പൊ ഇതില് അഡ്ജസന്റ് സൈഡ്സ് വരുന്നത് ക്യാൻസൽ ആയി പോകും. അടുത്തടുത്ത് വരുന്ന കോമൺ സൈഡ് വരുന്ന 2 റെക്ടാംഗിൾസ് ക്യാൻസൽ ചെയ്ത് പോകും. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. അതാണ് ആ ഡയറക്ഷനെ കുറിച്ച് പറഞ്ഞത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എടുക്കുന്ന ഇന്റീരിയറിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. എല്ലാം ഡയറക്ഷൻ ഓറിയന്റേഷൻ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഓപ്പോസിറ്റ് ഓറിയന്റേഷനിൽ വരുമ്പം കട്ട് ചെയ്ത് പോകും. അതാണ് അഡ്ജസന്റ് സൈഡ്സ്. 2 കോമൺ സൈഡുകൾ, ഒരേ സൈഡ് വരുന്ന 2 റെക്ടാംഗിൾസ്. ഇപ്പം R1ഉം R2ഉം വെച്ചോ, അതിലെ മിഡിൽ വരുന്നത് 2ന് കോമൺ ആയിട്ടുള്ള സൈഡ് അല്ലേ, അത് കട്ട് ചെയ്ത് പോകും. അതേപോലെ എല്ലാത്തിലും കോമൺ സൈഡ്സ് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ നമുക്ക് ബാലൻസ് വരണ ബൗണ്ടറി മാത്രമല്ലേ വരത്തുള്ളൂ. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഈറ്റ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഡോ ആർ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്, അതാണല്ലോ നമുക്ക് വേണ്ടത്. അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഈറ്റ ഓഫ് R1 പ്ലസ് ഈറ്റ ഓഫ് R2 പ്ലസ് ഈറ്റ ഓഫ് R3 പ്ലസ് ഈറ്റ ഓഫ് R4 ഓരോ ഇന്റഗ്രൽസ് ആയിട്ട് നമ്മൾ സം ചെയ്യും. ഇവാലുവേറ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ കൂട്ടിയെടുക്കും. ഇനി അവിടെ there exists one Rk such that k element of R1, R2, R3 and R4 such that eta of Rk greater than or equal to 1/4 of eta of R. നമുക്ക് ഒരു റെക്ടാംഗിൾ എങ്കിലും മിനിമം കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെക്ടാംഗിളിന്റെ ഇന്റഗ്രൽ വാല്യൂ ബൈ 4 അതിനേക്കാളും കൂടുതലായിട്ട് വരുന്ന ഒരു ഇന്റഗ്രൽ എങ്കിലും അവിടെ, ഒരു റെക്ടാംഗിൾ എങ്കിലും അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി
നമ്മൾ ഈ R1 എന്ന് പറയുന്ന റെക്ടാംഗിൾ, ഒരു പെർട്ടിക്കുലർ റെക്ടാംഗിൾ നമ്മൾ ചൂസ് ചെയ്യുക R1. ആ R1 എന്ന് പറയുന്നതിനെ, ആറിനാണല്ലോ R1 കിടക്കുന്നത്, ആ R1നെ നമ്മൾ വീണ്ടും 4 കോൺഗ്രുവന്റ് റെക്ടാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും, സബ് റെക്ടാംഗിൾസ്. അതിനകത്ത് വേറൊരു സബ് റെക്ടാംഗിൾ R2 എക്സിസ്റ്റ് ചെയ്യും. ആ R2 എന്ന് പറയുന്നത് ഈറ്റ ഓഫ് R2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഇൻറ്റു ഈറ്റ ഓഫ് R1. മനസ്സിലായോ? ഇതിന് നമ്മൾ ഒന്നും കൂടി ഈ ഈറ്റ ഓഫ് R1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈറ്റ ഓഫ് R1 എന്ന് പറയുന്നതിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഇൻറ്റു ഈറ്റ ഓഫ് R. അതിൽ തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു റെക്ടാംഗിൾ R1 എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റിസൾട്ട് എന്തുവാ? ഈറ്റ ഓഫ് R1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഇൻറ്റു ഈറ്റ ഓഫ് R എന്നല്ലേ. ട്രിവിയലി ഇവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1/4 ഇൻറ്റു ഈറ്റ ഓഫ് R1 പകരം ഈറ്റ ഓഫ് R കൊടുത്ത്. അപ്പോ ഈറ്റ ഓഫ് R2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 സ്ക്വയർ ഇൻറ്റു ഈറ്റ ഓഫ് R. ഓക്കെ. സിമിലർലി നമുക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് ഓഫ് നെസ്റ്റഡ് റെക്ടാംഗിൾസ് വരും. R1 ഈസ് contains R2, contains R3, അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു നെസ്റ്റഡ് സീക്വൻസ് ആണ് നമുക്ക് കിട്ടുക. സച്ച് ദാറ്റ് ഈറ്റ ഓഫ് R ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 റേസ് ടു n ഇൻറ്റു ഈറ്റ ഓഫ് R. എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലൈസ് ചെയ്ത് പോകുമ്പോൾ nth റെക്ടാംഗിൾ എടുത്താൽ ഈറ്റ ഓഫ് R എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ദ ഹോൾ പവർ n ഇൻറ്റു ഈറ്റ ഓഫ് R. അത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. ഇനി നമ്മുടെ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് റെക്ടാംഗിൾസ് കിട്ടും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതൊരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ ഒരു പോയിന്റിലേക്ക് പോകും. റെക്ടാംഗിൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും ബൈ കാൻഡേഴ്സ് ഇന്റർസെക്ഷൻ. ഒരു ഒറ്റ പോയിന്റിലേക്ക് പോകും. അതിനെ നമ്മൾ Z സ്റ്റാർ എന്ന് വിളിച്ചു. ഇനി ബൈ ദി ഡെഫിനിഷൻ ഫോർ എനി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 there exists n0 such that Z minus Z star less than delta contains all Rn for n greater than or equal to n0. ഒരു ഏതൊരു ഡെൽറ്റ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു n0 കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ Z minus Z star less than delta ആയിരിക്കും. ഇനി നമ്മൾ എടുക്കുന്ന n വലുതായാൽ സഫിഷ്യൻലി ലാർജ് n ആണെങ്കിൽ Rn എന്ന് പറയുന്ന nth റെക്ടാംഗിൾ ഈസ് കണ്ടൈൻഡ് ഇൻ Z minus Z star less than delta. നമ്മൾ എടുക്കുന്ന റെക്ടാംഗിൾ ഇതിനകത്ത് കണ്ടൈൻഡ് ആയിരിക്കും. ഈ ഒരു കണ്ടൈൻഡ് ഇൻ ദി ലിമിറ്റ് മോഡ് Z minus Z star less than delta. അതിനകത്തായിരിക്കും. ആര്? Z star അല്ലേ അതിന്റെ ലിമിറ്റ്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ Z സ്റ്റാറിലേക്കല്ലേ പോവാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഒരു എഫ് ഓഫ് ഇസഡ്. അതവിടെ നിൽക്കട്ടെ. അടുത്തത് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. ആ അനലിറ്റിക് ഫംഗ്ഷൻ റെക്ടാംഗിൾ അനലിറ്റിക് ആണെന്ന് പറയുന്നുണ്ടല്ലോ. അനലിറ്റിക് ഓൺ ദി റെക്ടാംഗിൾ. അപ്പൊ ഇസഡ് സ്റ്റാർ എന്ന് പറയുന്ന റെക്ടാംഗിളിലെ പോയിന്റ് അല്ലേ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ പോയിന്റിൽ അനലിറ്റിക് ആവുമല്ലോ. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇസഡ് സ്റ്റാർ കണ്ടെയ്ൻ ചെയ്യണ നെയ്ബർഹുഡിൽ അനലിറ്റിക് ആയിരിക്കും. എഫ് ഓഫ് ഇസഡ് ആറിൽ അനലിറ്റിക് ആണ്. ആറിൽ അനലിറ്റിക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇസഡ് സ്റ്റാറിൽ അനലിറ്റിക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇസഡ് സ്റ്റാർ കണ്ടെയ്ൻ ചെയ്യണ നെയ്ബർഹുഡിലും അനലിറ്റിക് ആയിരിക്കും. ഓക്കെ. ഇനി ഈ എഫ് ഓഫ് ഇസഡ് നമുക്ക് ഫൈനലി എന്ത് പറയാം? there exists delta greater than 0 such that f of z is analytic and defined in mod z minus z star less than delta. അതിനകത്ത് ഫംഗ്ഷൻ അനലിറ്റിക്കോ ആയിരിക്കും. ഡിഫൈൻ ചെയ്ത് നമുക്ക് അനലിറ്റിസിറ്റി അവിടെ ട്രിവിയൽ ആണ്. മോഡ് z minus z star less than ഡെൽറ്റയിൽ ആ നെയ്ബർഹുഡിൽ. അങ്ങനെ ആണെങ്കിൽ ആ നെയ്ബർഹുഡിൽ നമുക്ക് എന്ത് പറയാം? അനലിറ്റിസിറ്റിയുടെ ഡെഫിനിഷൻ കൊണ്ടുവരാൻ പറ്റും. ലിമിറ്റ് z tends to z star f of z minus f of z star by z minus z star is equal to f dash z star. ഇത് ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ അല്ലേ, ഡിഫറൻഷ്യബിലിറ്റി. ഇനി നമുക്ക് ബൈ ദി ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ്സ് f of z minus f of z star by z minus z star minus f of z star less than epsilon whenever z minus z star less than delta. ആ നെയ്ബർഹുഡിൽ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ലിമിറ്റിന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് അല്ലേ. അപ്പൊ എന്ത് പറയാം? ദാറ്റ് ഈസ് ഫോർ എനി ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that modulus of f of z minus f of z star minus f dash z into z minus z star less than epsilon into mod z minus z star cross ചെയ്തു z minus z star whenever mod z minus z star less than delta അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? for any given epsilon greater than 0 we can choose a delta satisfying the above inequalities such that അങ്ങനെ ഒരു Rn നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ നെയ്ബർഹുഡിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു Rn ഉണ്ടാവും in mod z minus z star less than delta. ഓക്കെ. ഇനി ബൈ ദി ഡെഫിനിഷൻ ഇന്റഗ്രൽ ഈറ്റ ഓഫ് ആർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ബൈ ഡെഫിനിഷൻ മോളിൽ പറഞ്ഞേക്കുന്ന വെച്ചിട്ട് ഇന്റഗ്രൽ ഡോ ആർ എൻ ഓഫ്
f of z minus f of z star minus f dash z star into z minus z star dz. ഇതിൽ ഇന്റഗ്രൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇന്റഗ്രൽ ഡോ ആർ എൻ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് സ്റ്റാർ ഇൻറ്റു 1 ഡി ഇസഡ്. കാര്യം വിത്ത് റെസ്പെക്ട് ഇസഡിനാണ് ഇന്റഗ്രേഷൻ. ഇസഡ് സ്റ്റാർ ഒരു കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ എഫ് ഓഫ് ഇസഡ് സ്റ്റാറും കോൺസ്റ്റന്റ് അല്ലേ, അതുകൊണ്ടാണ് പുറത്തിട്ടിരിക്കുന്നത്. മൈനസ് എഫ് ഡാഷ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇന്റഗ്രൽ ഇസഡ് ഡോ ആർ എൻ ഇസഡ് ഡി ഇസഡ്. മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ പ്ലസ് ആവുമല്ലോ. പ്ലസ് എഫ് ഡാഷ് ഇസഡ് സ്റ്റാർ ഇൻറ്റു എന്ത് പറയാം, ഇസഡ് സ്റ്റാർ എഫ് ഡാഷ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇന്റഗ്രൽ 1 ഡി ഇസഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഇന്റഗ്രൽ സെപ്പറേറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് 1 ഇസഡ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ദി അനലൈറ്റിക് ഫങ്ഷൻസ് ആണല്ലോ. അതുകൊണ്ട് അതെല്ലാം പോകും. ബാലൻസ് നമുക്ക് വരുന്നത് ഇന്റഗ്രൽ ഡോ ആർ എൻ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അനലൈറ്റിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ് അല്ലേ, അതുകൊണ്ട് അതെല്ലാം പോകും. നമുക്ക് ലാസ്റ്റ് കിട്ടണ എന്തുവാ, ഈക്വൽ ടു ഈറ്റ ഓഫ് ആർ എൻ. അതിൽ നമുക്ക് എന്ത് പറയാം, ഈറ്റ ഓഫ് ആർ എൻ ഇസ് ഈക്വൽ ടു ഈറ്റ ഓഫ് ആർ എൻ എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് സ്റ്റാർ മൈനസ് എഫ് ഡാഷ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ഡി ഇസഡ് അല്ലേ. ഇനി രണ്ട് സൈഡിൽ മോഡ് അപ്ലൈ ചെയ്യാം. മോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ എൻ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഈ ഡോ ആർ എൻ എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് സ്റ്റാർ മൈനസ് എഫ് ഡാഷ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ഡി ഇസഡ്. ഇനി മോഡുലസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രലിനകത്ത് മോഡ് അപ്ലൈ ചെയ്യണം. ഡോ ആർ എൻ ഇന്റഗ്രൽ ഡോ ആർ എൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് സ്റ്റാർ മൈനസ് എഫ് ഡാഷ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ഇൻറ്റു മോഡ് ഡി ഇസഡ്. സെപ്പറേറ്റ് മോഡ് അപ്ലൈ ചെയ്തു. ഇതിന് നമുക്ക് ലെസ് ദാൻ, ഇതിന് പകരം മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് സ്റ്റാർ മൈനസ് എഫ് ഡാഷ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ. നമ്മൾ മോളൊരു ഇക്വേഷൻ നമ്പർ 4 എടുത്തില്ലേ, അത് യൂസ് ചെയ്ത് എപ്സിലോൺ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ എന്ന് കൊടുക്കാമല്ലോ മോഡുലസില്, വിച്ച് ഈസ് ലെസ് ദാൻ ഇന്റഗ്രൽ ഡോ ആർ എൻ എപ്സിലോൺ ഇൻറ്റു മോഡ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ മോഡ് ഡി ഇസഡ്. ഓക്കെ, ഇനി ഈ ലാസ്റ്റ് ഇന്റഗ്രലില് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ മോഡ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ എന്ന് പറയുന്നത് ശരിക്കും ആ ഡയഗണലിന്റെ ലെങ്ത് ആണ്. റെക്ടാംഗിളിന്റെ ഡയഗണലിന്റെ ലെങ്ത് ഡി എൻ. ആർ എൻ എന്ന് പറയുന്ന റെക്ടാംഗിളിന്റെ ഡയഗണൽ ലെങ്ത് ഡി എൻ. ഇനി എൽ എൻ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ആർ എൻ ആണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഡോ ആർ എൻ മോഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു എൽ എൻ എന്ന് എഴുതാമല്ലോ, പെരിമീറ്റർ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ എൻ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു ഡി എൻ ഇൻറ്റു ആർ എൻ. ഓക്കെ, ആ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഇന്റഗ്രലില്ലേ, അതിനകത്ത് മോഡ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാറിന് പകരം നമുക്ക് എന്താ എഴുതാം, എൽ എൻ ലെങ്ത് ഡയഗണൽ. മോഡ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ എന്ന് പറയുന്നത് ഡയഗണലിന്റെ ലെങ്ത് ഡി എൻ, അതേപോലെ പെരിമീറ്റർ എൽ എൻ, അത് ഇന്റഗ്രൽ. ഇപ്പൊ മോഡ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാറിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, ഡി എൻ കൊടുത്തില്ല. പിന്നെ ബാലൻസ് ഇന്റഗ്രൽ മോഡ് ഡി ഇസഡ് അല്ലേ വരൂ, അതിന് പകരം എൽ എൻ. അപ്പൊ ഈ ഇന്റഗ്രൽ എങ്ങനെയായി, മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ എൻ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു ഡി എൻ ഇൻറ്റു ആർ എൻ. ഇവിടെ ഡി യു എൽ എന്നൊക്കെ പറയുന്നത് കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റീസ് ഫോർ ദി ഒറിജിനൽ റെക്ടാംഗിൾ. എൽ എൻ എന്ന് പറയുന്നത് nth റെക്ടാംഗിൾ അല്ലേ, ആർ എൻ എന്ന് ഡി എൻ എന്ന് പറയുന്നത് nth റെക്ടാംഗിൾ. പക്ഷെ ഡി യു എല്ലും ആണ് നമ്മുടെ റെക്ടാംഗിൾസ് ആറിന്റെ, നമ്മൾ എടുത്തിരിക്കുന്ന ഒറിജിനൽ റെക്ടാംഗിളിൻ്റെത് ഡിയും എല്ലും ആണ്. അപ്പൊ നമുക്ക് ട്രിവിയലി ഡി എൻ ഇസ് ഈക്വൽ ടു ഡി ബൈ 2n എന്നും എൽ എൻ ഇസ് ഈക്വൽ ടു എൽ ബൈ 2n. അപ്പൊ രണ്ട് സൈഡിൽ വീണ്ടും ഡി എന്നിന് പകരം എൽ എന്നിന് പകരം വാല്യൂ കൊടുക്കുക. അപ്പൊ മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ എൻ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു ഡി ബൈ 2n ഇൻറ്റു എൽ ബൈ 2n. ഓക്കെ, അപ്പൊ വിച്ച് ഈസ് ലെസ് ദാൻ ഡി എൽ ബൈ 4n. നമ്മൾ തൊട്ട് മുന്നേ ആദ്യമേ നമ്മളൊരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണമെങ്കിലും ഓർ എനിക്ക് ഈറ്റ ഓഫ് ആർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ദ ഹോൾ റൈസ് ടു n ഇൻറ്റു മോഡ് ഈറ്റ ഓഫ് ആർ. ഡെഫിനിഷൻ എഴുതിയില്ലേ അവിടെ, ഒരെണ്ണെങ്കിലും അവിടെ എക്സിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നെസ്റ്റഡ് സീക്വൻസ് കൊണ്ടുവന്നില്ലേ, അത് യൂസ് ചെയ്ത്. അപ്പൊ മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ദ ഹോൾ പവർ n ഇൻറ്റു മോഡ് ഈറ്റ ഓഫ് ആർ. ദാറ്റ് ഈസ് ഈ മോഡ് ഈറ്റ, ഇതിന് പകരം ഏതിന് പകരം ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1/4 ദ ഹോൾ റൈസ് ടു n ഇൻറ്റു മോഡ് ഈറ്റ ഓഫ് ആർ, അതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്തു, ലെസ് ദാൻ മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ എൻ. എന്നിട്ട് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആറിന് പകരം dl ബൈ 4 റൈസ് ടു n ഇൻറ്റു എപ്സിലോൺ.
which is അപ്പോൾ ഒരു ഇവിടെ ഒരു 4n ഉണ്ട് ഡിനോമിനേറ്ററിൽ, റൈറ്റ് സൈഡിൽ 4n ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകത്തില്ലയോ. അപ്പൊ മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു ഡി എൽ. ഈ എപ്സിലോൺ എന്ന് പറയുന്ന വെരി വെരി സ്മോൾ ക്വാണ്ടിറ്റി ആണ്, വെരി വെരി സ്മോൾ, ആസ് എപ്സിലോൺ ടെൻസ് ടു 0. റൈറ്റ് സൈഡ് അപ്പൊ എന്തായി, എപ്സിലോൺ ഇൻറ്റു ഡി എൽ 0ലേക്ക് പോകും. ഡി എല്ലും കോൺസ്റ്റൻസ് അല്ലേ, അപ്പൊ എപ്സിലോൺ 0ലേക്ക് പോവാന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഡി എൽ ഉറപ്പായിട്ട് 0ലേക്ക് പോകല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായി, therefore മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ ഇസ് ഈക്വൽ ടു 0. അവിടെ നമുക്ക് എന്ത് പറയാം, ഒരു ഫംഗ്ഷന്റെ മോഡുലസ് വാല്യൂ 0 ആണെങ്കിൽ അത് ഉറപ്പായിട്ട് 0 ആയേ പറ്റത്തുള്ളൂ. ഈറ്റ ഓഫ് ആർ ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഡോ ആർ എൻ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0. ഹെൻസ് കോഷീസ് തിയറം. അപ്പൊ കോഷീസ് തിയറം പറഞ്ഞേക്കുന്ന എത്രയേ ഉള്ളൂ, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ഓൺ എ റെക്ടാംഗിൾ, ഒരു റെക്ടാംഗിൾ ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഈ തിയറം നന്നായിട്ട് എഴുതി പഠിക്കുക, ഒരുപാട് തവണ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിന് റിമാർക്ക് കൂടിയുണ്ട്. റിമാർക്ക് എന്ന് പറഞ്ഞാൽ, റിമാർക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ ഇൻ ദ റെക്ടാംഗിൾ ആർ, അതിന് നമ്മളൊന്ന് ആ പ്രോപ്പർട്ടി ചെറുതായിട്ടൊന്ന് വീക്കം ചെയ്തിട്ട് അടുത്ത ഒരു സ്ട്രോങ്ങർ ജനറലൈസേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് തിയറം, നെക്സ്റ്റ് കോഷീസ് തിയറം എന്ന് പറയുന്നത്. അത് കുറച്ച് പോയിന്റ്സ് നമ്മൾ ഈ റെക്ടാംഗിൾ തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. പറഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷന് ഇവിടെ ട്രിവിയൽ ആയിട്ട് റെക്ടാംഗിൾ മാത്രമേ കോഷീസ് തിയറിയിൽ പറയുന്നുള്ളൂ. അതിന്റെ പ്രോപ്പർട്ടിയിൽ ചെറിയ ജനറലൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റെക്ടാംഗിൾ കുറച്ചും കൂടി ജനറലൈസ് ചെയ്യാൻ പറ്റും. അതിനകത്തുള്ള കുറച്ച് ഇന്റീരിയർ പോയിന്റ് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അനലിറ്റിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് അടുത്ത തിയറം പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കോഷീസ് തിയറം പറഞ്ഞേക്കുന്ന ഇത്രേ ഉള്ളൂ. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ഓൺ എ റെക്ടാംഗിൾ. ആ റെക്ടാംഗിൾ എടുക്കുമ്പോൾ അതിന്റെ ബൗണ്ടറിയുടെ അഡ്ജസൻറ്റ് സൈഡ്സ് ലെഫ്റ്റ് സൈഡിൽ വരണം. ബൗണ്ടറിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇന്റീരിയർ വരുന്ന രീതിയിൽ വേണം നമ്മൾ റെക്ടാംഗിൾ കളക്ട് ചെയ്യേണ്ടത്. പിന്നെ അഡ്ജസൻറ്റ് സൈഡ്സ് ക്യാൻസൽ ചെയ്ത് പോകും. ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്താണ് ആ തിയറം പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.